everyone, welcome back to Xylem Learning. It's me, Jamshad. Children at work. ഈ ഒരു കംപ്ലീറ്റ് ചാപ്റ്ററും ഒരു 10 പോയിന്റ്സിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്ററും ആ ഒരു 10 പോയിന്റ്സ് ബുള്ളറ്റിൻ പോയിന്റ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകണം. ലെറ്റ്സ് സീ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കുക. കാരണം ഇതുപോലത്തെ ധാരാളം വീഡിയോസ് മറ്റു പല സബ്ജക്റ്റുകളുടെയും വീഡിയോസും നമ്മുടെ ഈ ഒരു ചാനൽ ഇടുന്നതായിരിക്കും. യൂസ്ഫുൾ ആയിരിക്കും. ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. സോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നേരെ ആ ഒരു പോയിന്റ്സിലേക്ക് കടക്കാൻ പോവുകയാണ്. വിതിൻ 10 പോയിന്റ്സ് യു ആർ ഗോയിങ് ടു ലേൺ ദ കംപ്ലീറ്റ് ചാപ്റ്റർ. ഓക്കെ, എൻ്റെ സമ്മറിയാണ്. നോക്കാം. ഫസ്റ്റ് വൺ, വേലു. An 11-year-old boy runs away from home because his father is a drunkard. അച്ഛൻ കള്ളുകുടിയനായതുകൊണ്ട് 10 വയസ്സുള്ള ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഓടിപ്പോവുകയാണ്. Who takes all the money he and his sister earn and beats them. Yes, അവന് ഇത്രയും കാലം കഷ്ടപ്പെട്ട് പിന്നെ എന്തെങ്കിലും പണിക്കൊക്കെ പോയി ജോലിക്കൊക്കെ പോയി കിട്ടിയിരുന്ന അവനും അവൻ്റെ സിസ്റ്ററിൻ്റെ ഒക്കെ പണം ഈ ഒരു അച്ഛൻ എടുക്കാറുണ്ടായിരുന്നു. അതുമാത്രമല്ല, അച്ഛൻ ഈ കുട്ടികളെ തല്ലാറുമുണ്ടായിരുന്നു. അങ്ങനത്തെ ആ ഒരു വീട്ടിൽ നിന്നാണ് സഹി കെട്ടുകൊണ്ട് അവൻ എന്താക്കിയതാണ്, നാട് വിട്ടതാണ്. എന്നിട്ടോ സെക്കൻഡ് പോയിന്റ് ആണ്, വേലു വാൻഡേഴ്സ് അറൗണ്ട് കോനൂർ ബിഫോർ ബോർഡിംഗ് അറ്റ് കന്യാകുമാരി എക്സ്പ്രസ് വിത്തൗട്ട് എ ടിക്കറ്റ്. ടിക്കറ്റ് ഇല്ലാതെയാണ് ആ ഒരു കന്യാകുമാരിയിലേക്ക് അവൻ പോയിട്ടുള്ളത്. കോനൂർ, ഓക്കെ, ആ ഒരു കന്യാകുമാരി എക്സ്പ്രസ്സിൽ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയാണ്. ആസ് ഹി ഹാസ് നോ മണി, പണം ഇല്ലാത്തത് കൊണ്ട് വേഗം അവന് ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നു. ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അവൻ എന്താക്കുന്നു, ഇറങ്ങുന്നു. ഹി അറൈവ്സ് അറ്റ് ചെന്നൈ സെൻട്രൽ സ്റ്റേഷൻ. അങ്ങനെ അവൻ എത്തുന്നത് എവിടെയാണ്? ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിൽ എത്തുന്നു. ഫീലിംഗ് ടയേർഡ്. ഇത്രയും ദൂരം യാത്ര ചെയ്തതാണ്, കണ്ണൂരിൽ നിന്ന് ചെന്നൈയിലെത്തിയതാണ്. ടയേർഡ് ആയിട്ടുണ്ട്, വീക്ക് ആയിട്ടുണ്ട്. ആൻഡ് ലോൺലി ആഫ്റ്റർ റഫ് നൈറ്റ് ഇൻ ദ അൺറിസർവ്ഡ് കോച്ച്. അൺറിസർവ്ഡ് കോച്ചിന്റെ സിറ്റുവേഷൻ നമുക്ക് അറിയാവുന്നതാണ്. ലോക്കൽ ടിക്കറ്റ് അല്ലെങ്കിൽ ലോക്കൽ ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് നമ്മൾ പൊതുവെ അൺറിസർവ്ഡ് ചെറിയ ദൂരങ്ങൾക്കൊക്കെയാണ് അത് യൂസ് ചെയ്യാറുള്ളത്. പെട്ടെന്ന് ആവശ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് അത് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത്രയും ദൂരം അതിൽ സഞ്ചരിക്കാറില്ല, കാരണം സീറ്റ് കിട്ടില്ല, സീനാണ്. അങ്ങനെ ഫോർത്ത് പോയിന്റ്, ജയ. നെക്സ്റ്റ് ക്യാരക്ടർ കേട്ടോ, വേലു ഫസ്റ്റ് ക്യാരക്ടർ, നെക്സ്റ്റ് ക്യാരക്ടർ ജയ. എ യങ് ഗേൾ ഹു ഈസ് റാഗ് പിക്കർ. ഒരു യങ് ഗേൾ ആണ്, അവൾ ഒരു റാഗ് പിക്കറാണ്. യെസ്, വേസ്റ്റ് സാധനങ്ങൾ, സ്ക്രാപ്പ് സാധനങ്ങളൊക്കെ എടുക്കുന്ന ഒരു ആളാണ്. നോട്ടീസസ് വേലു ആൻഡ് ഓഫർ ടു ഹെൽപ്പ് ഹിം. ഈ ഒരു വേലുവിനെ കണ്ട മനസ്സിലായി, ഏതോ വീട്ടിൽ നിന്ന് ഒളിച്ചോടി വന്നതാണ്, ഓടി വന്നതാണെന്ന് മനസ്സിലായിട്ട് അവനെ സഹായിക്കാൻ തീരുമാനിച്ചു. സജസ്റ്റിംഗ് ഷീ ക്യാൻ അറേഞ്ച് ഫുഡ് ഫോർ ഹിം. നിനക്ക് ഫുഡ് വേണമെങ്കിൽ ഞാൻ ഒപ്പിച്ചു തരാം എന്ന് അവനോട് സജസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഹെസിസ്റ്റന്റ് ഫസ്റ്റ് തന്നെ അവനെ ഏതോ ഒരു പെണ്ണ്, ഏതോ റാഗ് പിക്കർ വന്നിട്ട് വിളിക്കുന്ന സമയത്ത് ഞാൻ അങ്ങ് പോവാ, ഞാനോ സിഗ്മ ഇട്ടു. വേലു agrees to follow Jaya as he has no other option. മറ്റൊരു ഓപ്ഷൻ ഇല്ല, ഇവിടെ ആരെയും പരിചയമില്ല, എന്ത് ചെയ്യുമെന്നറിയാതിരിക്കുന്ന സമയത്ത് ഒരു ജയ വന്നിട്ട് വിളിക്കുന്നു, ഫുഡ് വാങ്ങിത്തരാം അല്ലെങ്കിൽ വഴി കാണിച്ചു തരാം, സെറ്റാക്കാന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് വേലു പോയി, അല്ലെങ്കിൽ വേലു പോവില്ല. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ ആണ്. ഈ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഈ ഒരു പിക്ചറിൽ ഇതാ നമ്മുടെ വേലുവും ജയയും ഒക്കെ കാണുന്നുണ്ട്. ആ ഒരു ഫസ്റ്റ് ലുക്കിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ജയ എന്നുള്ളത് ഒരു റാഗ് പിക്കറാണ്. നമുക്ക് നോക്കാം അതിനുശേഷം എന്താണ് സംഭവിക്കുന്നുള്ളത്. നെക്സ്റ്റ് വൺ, 6th point, Jaya leads him through the busy street of Chennai. ചെന്നൈയുടെ തിരക്കിട്ട ആ ഒരു സ്ട്രീറ്റിലൂടെ, ആ ഒരു സിറ്റിയിലൂടെ അവനെയും കൊണ്ടുപോവുകയാണ്. cautioning him about avoiding the police. പോലീസിനെ കണ്ടുമുട്ടരുത് അല്ലെങ്കിൽ പോലീസിന് പിടികൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ജയിലിലടയ്ക്കും, അവർ സീനാണെന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം ബാലവേല, ഓക്കെ, ചൈൽഡ് ലേബർ ഒക്കെ സീനാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ പേടിപ്പിക്കുന്നു അല്ലെങ്കിൽ അവനെ മുന്നറിയിപ്പ് കൊടുക്കുന്നു. They reach a marriage hall where Jaya finds food in the garbage. അവർക്ക് ഫുഡ് എവിടുന്നാണ് കിട്ടുന്നത്? ഒരു മാരേജ് ഹാൾ ഉണ്ട്, ഒരു കല്യാണ മണ്ഡപമൊക്കെ ഉണ്ട്. അവിടുത്തെ വേസ്റ്റ് ഗാർബേജിൽ നിന്ന് കുറച്ച് ഫുഡ് കിട്ടുന്നു. ഐ തിങ്ക് ഒരു ബനാനയൊക്കെ ആണ് കിട്ടുന്നത്. അതെന്താക്കുന്നു, നമ്മുടെ ഇവന് കൊടുക്കുന്നു, വേലുവിന് കൊടുക്കുന്നു. ആൻഡ് ഓഫർ ഇറ്റ് ടു വേലു ഹു reluctantly eats it because he's hungry. അവന് താല്പര്യമില്ലാതെയാണ് ആ ഫുഡ് കഴിക്കുന്നത്, ആ ഒരു പഴം കഴിക്കുന്നത്, കാരണം അവന് വിശപ്പുള്ളത് കൊണ്ട് മാത്രമാണ് അവൻ കഴിക്കുന്നത്. സോ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഇനിയും ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ലൈക്ക് ചെയ്യാം. ഓക്കെ, സെറ്റ്. നെക്സ്റ്റ് പോർഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ 8ാം ക്ലാസ്സുകാർക്ക് ഇതുപോലെ ചാപ്റ്ററൊക്കെ വളരെ ഈസി ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ എടുത്തു തരുന്ന ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാത്ത ആൾക്കാർ നമ്മൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഈ ഒരു പ്രൈസിന് ഒരു വർഷത്തേക്ക്, ആക്ച്വലി ഈ ഒരു അക്കാഡമിക് കഴിയുന്നത് വരെയുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് നൽകുന്നതാണ്. സോ എത്രയും പെട്ടെന്ന് ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ട്
നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. കാരണം നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസിൻ്റെ ഡെയിലി ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. വളരെ ഈസി ടു ആക്സസ് ആണ് നമ്മുടെ ആപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മറ്റൊരു കാര്യം, നിങ്ങൾക്കുള്ള ഡൗട്ട് ക്ലാരിഫിക്കേഷനൊക്കെ നമ്മുടെ ഫാക്കൽറ്റീസ് തന്നെ എന്തായിരിക്കും ഡയറക്റ്റ് ആ ഒരു ഡൗട്ടുകളൊക്കെ ക്ലാരിഫൈ ചെയ്തു തരും എന്നുള്ളതാണ്. മാത്രമല്ല യൂണിറ്റ് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ ആ ടെസ്റ്റിൻ്റെ ആൻസർ കീ ഡിസ്കഷനുകൾ, അതൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം പഠിച്ചു, ഇനി എത്ര പഠിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. സോ ജോയിൻ ചെയ്യുക, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിൻ്റെയും നോട്ട്സ് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. യെസ്, എക്സ്ട്രാ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ഉണ്ടായിരിക്കും. സോ ഈ ഒരു പ്രൈസാണ്, യെസ് ഒരു അക്കാഡമിക് ഫുള്ളാണ് ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് റിയലി ആൻഡ് സൂപ്പർ അഫോർഡബിൾ. ഇനി നമുക്ക് നേരെ ചാപ്റ്ററിൻ്റെ ബാക്കി പോയിന്റ്സിലേക്ക് വരാം. ആഫ്റ്റർ ഈറ്റിംഗ്, ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ജയ ടേക്സ് വേലു ടു ഹർ ഹോം ഇൻ സ്ലം ഏരിയയിലുള്ള ചേരി പ്രദേശത്തുള്ള അവൻ്റെ വീട്ടിലേക്ക്, ആ ജയയുടെ വീട്ടിലേക്ക് വേലുവിനെ കൊണ്ടുപോകുന്നു. വിച്ച് ഇസ് മെയ്ഡ് ഫ്രം എ വേസ്റ്റ് മെറ്റീരിയൽ ലൈക്ക് ഓൾഡ് ടയേഴ്സ്, പ്ലാസ്റ്റിക് ഷീറ്റ്സ് ആൻഡ് ബ്രിക്സ്. പഴയ സാധനങ്ങളായിട്ടുള്ള ടയർ, പ്ലാസ്റ്റിക് ഷീറ്റ്, ബ്രിക്സ്, ഇതുകൊണ്ടൊക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ടുള്ള ജയയുടെ പഴയ വീട്ടിലേക്ക് നമ്മുടെ വേലുവിനെ കൊണ്ടുപോവുകയാണ്. ജയ ഗിവ്സ് വേലു എ സാക്ക് ആൻഡ് ആസ്ക്സ് ഹിം ടു ഹെൽപ്പ് ഹർ കളക്ടിങ് സ്ക്രാപ്പ് മെറ്റീരിയൽസ് ടു സെൽ ദ സ്ക്രാപ്പർ. യെസ്, ജയ എന്താക്കി, ഒരു കവർ അങ്ങോട്ട് കൊടുത്തു. ആർക്ക്? വലിയൊരു ചാക്ക് ഇട്ടോ, ചെറിയ കവറാണ്. ഒരു വലിയൊരു ചാക്ക് അങ്ങോട്ട് പിന്നെ ആർക്ക്? വേലുവിന് കൊടുത്തു. വേലുവിന് പറഞ്ഞു, ഇത് പിടിക്ക്, എന്നിട്ട് ഈ പഴയ സാധനങ്ങൾ, വേസ്റ്റ് സാധനങ്ങളൊക്കെ അതിൽ നിറയ്ക്കാൻ, അല്ലെങ്കിൽ അത് പിന്നെ അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് പെറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നീ എന്നെ കൂടെ സഹായിക്കൂ എന്ന് പറയുകയാണ്. യെസ്, എന്നിട്ട് അത് സ്ക്രാപ്പർക്ക് കൊടുക്കും. വേലു ബിക്കംസ് എ റാക്ക് പിക്കർ. അങ്ങനെ വേലുവും ഒരു റാക്ക് പിക്കറായി, ചാക്കിൽ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇട്ട് റാക്ക് പിക്കർ അല്ലെങ്കിൽ സ്ക്രാപ്പർക്ക് കൊടുക്കുന്ന ഒരു റാക്ക് പിക്കറായി, അവൻ പോലും അറിയാതെ അവൻ ഒരു റാക്ക് പിക്കറായി മാറിയിരിക്കുന്നു. ബട്ട് ഡിസൈഡഡ് ടു ലുക്ക് ഫോർ അനദർ ജോബ്. പക്ഷെ അവൻ തീരുമാനിക്കുന്ന എന്താണ്? ഇതല്ല, ഞാൻ മറ്റൊരു ജോലി നോക്കും. ആൻഡ് ലീവ്സ് ദിസ് ലൈഫ് ആസ് സൂൺ ആസ് ഹി ക്യാൻ. എപ്പോഴാണോ എനിക്ക് കഴിയുന്നത്, എപ്പോഴാണോ പുതിയൊരു ജോലി കിട്ടുന്നത്, അപ്പോൾ ഞാൻ എന്താക്കും? ആ ജോലിയിലേക്ക് മാറും. ഇത് നിവർത്തികേട് കൊണ്ട് ചെയ്യുന്നതാണെന്നുള്ള ഒരു ഉറച്ച തീരുമാനം നമ്മുടെ വേലുവിനുണ്ടായിരുന്നു. ഇതാണ് ആക്ച്വലി നമ്മുടെ കംപ്ലീറ്റ് സ്റ്റോറി. ഇവിടെയാണ് നമ്മുടെ സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോരുത്. മാത്രമല്ല, ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ഏത് ചാപ്റ്ററാണ് ഇതുപോലെ വേണ്ടത് എന്നുള്ളതും കമൻറ്റ് ചെയ്യുക. അത് മാത്രമല്ല, ഇത് യൂസ്ഫുൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് യൂസ്ഫുൾ ആയിരിക്കും. സോ അവർക്ക് ഷെയർ ചെയ്യാൻ മറന്നു പോരുത്. ഇതുപോലെയുള്ള വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നമ്മുടെ വാട്സപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട്, ഫ്രീ നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നമ്മൾ എടുക്കുന്ന ലൈവ് ക്ലാസ്സുകളുടെയൊക്കെ ഫ്രീ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാം, പഠിക്കാം, സെറ്റാക്കാം. ദാറ്റ്സ് ഓൾസോ എ മെറ്റീരിയൽ വി ക്യാൻ സേ. ഇനി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതുപോലത്തെ വേറെ ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. It's me, Jamshad. You can call me JD. Let's see another video. Until then, it's a bye. Thank you.